പ്രിയമുള്ള സഖാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം ഗ്രൂപ്പിലെ എല്ലാ സഖാക്കളെയും വളരെ സ്നേഹപൂർവ്വം ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരു നവമാധ്യമ സംവിധാനത്തെ ആശയപ്രചരണത്തിനും അതുപോലെ തന്നെ പഠനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം ഗ്രൂപ്പിനെ മറ്റു നവമാധ്യമ കൂട്ടായ്മകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത്. പുതിയ പ്ലാറ്റ്ഫോമുകളെ നമുക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന കൂട്ടായ്മയാണ് ഇടതുപക്ഷം ഹൃദയപക്ഷമെന്ന് മുന്നേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരമൊരു കൂട്ടായ്മയുടെ ഭാഗമാകാനും നിങ്ങളോടൊപ്പം കുറച്ചു നേരം സംസാരിക്കുന്നതിനും അവസരമൊരുക്കിയ പ്രിയ സഖാക്കൾ, അവരെല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി നിങ്ങൾ നടത്തുന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗിക എൻ്റെ സുഹൃത്തും സഖാവുമായ അപർണ സഖാവ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് മുൻ മാതൃകകളൊന്നുമില്ലാതെ, നമുക്ക് മുൻ അനുഭവങ്ങളൊന്നുമില്ലാതെ ഒരു ഗവൺമെൻറ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ പലരും പ്രവാസ ലോകത്തു നിന്നാണ് ഇവിടെ പങ്കെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ലോകത്തിലെ വിവിധ കോണുകളിൽ നിന്ന് മലയാളികൾ മാത്രമല്ല, ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരും ഈ ഒരു അത്ഭുത കാഴ്ചയെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ലോകത്തിലെ ചരിത്രത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഇറങ്ങിവരവാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയവരാണ് നമ്മളെല്ലാവരും. എന്ന് പറഞ്ഞാൽ പ്രൈമറി ക്ലാസ്സുകൾ മുതൽ എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ സാധ്യതകൾ എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ ചെറുതായെങ്കിലും നാം പഠിക്കുകയും അറിയുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എന്താണ് ജനാധിപത്യം എന്നതിനെ സംബന്ധിച്ച് നാം പുസ്തകങ്ങളിലൂടെ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. ചില തെറ്റിദ്ധാരണകളുടെ ഭാഗമായി അത് 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് പലപ്പോഴും ഉത്തരം പറയാറുണ്ട്. നാം അവരുടെ പക്ഷേ അങ്ങനെ ആയിരിക്കില്ല ഈ ഗ്രൂപ്പിലുള്ള സഖാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ജനാധിപത്യത്തെ മനസ്സിലാക്കിയവരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് നമുക്ക് പോലും, ആ മനസ്സിലാക്കിയ മനുഷ്യർക്ക് പോലും ഒരു പുതിയ അനുഭവമായാണ് നവകേരള സദസ്സ് മുന്നോട്ട് ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തെ സംബന്ധിച്ച് നെഹ്റു പറഞ്ഞത്, ജനാധിപത്യം എന്നാൽ സഹിഷ്ണുതയാണ്. നമ്മെ അനുകൂലിക്കുന്നവർക്ക് മാത്രമല്ല, വിയോജിക്കുന്നവർക്ക് കൂടിയുള്ളതാണ് ആ സഹിഷ്ണുത എന്നാണ് ജനാധിപത്യത്തെക്കുറിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. എബ്രഹാം ലിങ്കൺ പറഞ്ഞതിനെ സംബന്ധിച്ച് നമുക്കറിയാം. എപ്പോഴും നാം ഉപയോഗിക്കുന്ന ഉദ്ധരണിയാണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഭരണകൂടം എന്നാണ് ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ച് ലിങ്കൺ സൂചിപ്പിക്കുന്നത്. അതിനേക്കാളൊക്കെ നമുക്ക് പരിചിതം മഹാത്മാഗാന്ധിയുടെ വാചകങ്ങളാണ്. അത് സുനിൽ മാഷിൻ്റെ പ്രയോഗത്തിലൂടെ നാം കുറേയധികം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി പരിചയമുള്ള ജനാധിപത്യത്തെ സംബന്ധിച്ച വാചകം ചിലപ്പോൾ അതാവും. നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം കരുതാതെ കൂടെ ചിലർ ഓടിയിരുന്നു എന്നുകൂടി കരുതുന്നതാണ്, തിരിച്ചറിയുന്നതാണ് ജനാധിപത്യമെന്ന് മാഷ് പറഞ്ഞ് മഹാത്മാഗാന്ധിയുടെ വചനങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഏറ്റവും ഓർമ്മയിലുണ്ട്. ഇത്തരത്തിലൊക്കെ ജനാധിപത്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ എന്തോ ഒരു മനോഹരമായ കാര്യം എന്ന നിലയ്ക്ക് നാം കരുതാറുണ്ട്. പക്ഷേ നമുക്കത് അനുഭവിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ജനാധിപത്യത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അനുഭവിച്ചറിയാൻ അവസരമൊരുക്കിയ മനുഷ്യ വംശമായി കേരളത്തിൽ മലയാളികൾ എന്ന നിലയ്ക്ക് നാം അഭിമാനം കൊള്ളുന്ന നിമിഷങ്ങളിലൂടെയാണ് ഈ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിന്തകളെയും നമ്മുടെ സ്വപ്നങ്ങളെയും എല്ലാം അന്വേഷിച്ചറിയാനും അതിൽ നിന്നെല്ലാം കേൾക്കുകയും അതിനനുസരിച്ച് എങ്ങനെയാണ് ഈ നാടിനെ പുതുക്കി പണിയേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള പുതിയ പ്രവർത്തന പദ്ധതി, കർമ്മ പരിപാടി തയ്യാറാക്കുന്നതിനും ആവശ്യമായ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, അതിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറങ്ങിവരൽ നമ്മളെല്ലാവരും ഒരു മഹാത്ഭുതം പോലെയാണ് നോക്കിക്കാണുന്നത്. യാത്ര നടക്കുന്ന ഈ നമ്മുടെ കേരളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണല്ലോ.
ഈ രാജ്യത്തിന് ജനാധിപത്യത്തെ സംബന്ധിച്ച് വളരെ സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട്. അത് നാം എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ള പ്രത്യേകതയാണ്. ആ ജനാധിപത്യ രാജ്യത്താണ് നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ ഈ യാത്ര നടക്കുന്നത്. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ ഗവൺമെൻറ് നടത്തുന്ന ഈ യാത്രയെ എല്ലാവരും വളരെ കൗതുകത്തോടെ പ്രതീക്ഷയോടെ നോക്കിക്കാണുമ്പോൾ അതിനെ സംബന്ധിച്ച് കൂട്ടായ ചർച്ചയും അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും അറിയുന്നതിനായി ഇത്തരത്തിലുള്ളൊരു പരിപാടി നാം സംഘടിപ്പിക്കുമ്പോൾ ഏത് രൂപത്തിലാണ് അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ കൂടുതൽ പറയേണ്ടത് എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സവിശേഷതകളെ സംബന്ധിച്ചും ആ കേരളത്തിലെ ഗവൺമെൻറ് രണ്ടാമത്തെ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു മാതൃകകളില്ലാത്ത സവിശേഷമായ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും നമുക്ക് സാമാന്യ ധാരണകൾ ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് ആവർത്തിച്ച് സൂചിപ്പിക്കേണ്ടതില്ലല്ലോ. ഇവിടെ നടത്തിയ പ്രഭാഷണങ്ങളുടെ ഭാഗമായി അത്തരത്തിലുള്ള ധാരാളം വിവരങ്ങൾ ഇവിടെ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം, ഈ ലോകത്ത് മറ്റേതു ലോകരാജ്യങ്ങളോടും കിടപിടിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള മനുഷ്യൻ്റെ ജീവിതാവസ്ഥ സാധ്യമാക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൊച്ചു കേരളം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന, എല്ലാ അർത്ഥത്തിലും സ്വൈരമായും സമാധാനമായും ആരോഗ്യപൂർണമായും വിദ്യാഭ്യാസമായും ഒക്കെ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച മനുഷ്യനെ രൂപപ്പെടുത്താൻ കഴിയുന്ന പ്രദേശമായി നാം മാറിയിട്ട് മനുഷ്യ വിഭവശേഷിയുടെ എല്ലാ സൂചികകളും എല്ലാ മാനദണ്ഡങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നാം ഏറെക്കുറെ തൊട്ടു പിന്നിൽ ആരുമില്ല എന്നുവരെ തോന്നാവുന്ന രൂപത്തിൽ കണക്കുകൾ തെളിയിക്കുന്ന ധാരാളം മികവുകൾ നമ്മുടെ രാജ്യത്തിനുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. ആ മികവുള്ള സംസ്ഥാനമാണ് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ലോകത്തിനു മാതൃകയായ ഒരു സവിശേഷമായ ജനാധിപത്യത്തിൻ്റെ ഒരു പുതിയ അനുഭവം നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ആ ഗവൺമെൻറ് എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നും ആരാലാണ് രൂപപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവ് പ്രതിനിധികൾക്കുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഞങ്ങളുടെ നാട്ടിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്താണ് നിങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നത്, ഞങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളിൽ എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ, പോരായ്മകൾ എന്ന് ചോദിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച നാം കേരളത്തിലെ ജനത ഒന്നാകെ ഏറ്റെടുത്തു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യമാവുന്നത്. ഗവൺമെൻറ് ഇതുവരെ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചും നേരത്തെ പറഞ്ഞ രൂപത്തിൽ മറ്റൊരു മാതൃകയിൽ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. സാധാരണ സ്കൂൾ കുട്ടികൾക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടിയാൽ അതവരുടെ മികവിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓരോ വർഷവും പ്രോഗ്രസ് കാർഡ് ഇറക്കി ഞങ്ങളിതാ പറഞ്ഞ കാര്യങ്ങളിൽ ഇത്രയും നടപ്പിലാക്കിയിരിക്കുന്നു, ഇത്രയും ബാക്കിയുണ്ട്, ഞങ്ങളത് തീർക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഓരോ വർഷവും പറയുന്നുണ്ട്. അത് ഒരു ലോകത്തിലെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ മാതൃകയാണ്. അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിലെ ഗവൺമെൻറ് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം എത്രത്തോളമാണ് നടപ്പിലാക്കിയത് എന്ന് കേരളത്തിലെ ഏത് കുട്ടിക്കും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷവും അങ്ങനെയാണ് കടന്നുപോയത്. പുതിയ ചില ലക്ഷ്യങ്ങളുമായാണ് ഈ ഗവൺമെൻറ് കടന്നു വന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതിദരിദ്രരില്ലാത്തൊരു നാടായി കേരളത്തെ മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് വച്ചത്. അങ്ങനെ അടുത്ത കൊല്ലം നവംബർ 21 ആകുമ്പോഴേക്കും ഈ നാട് ഒരു അതിദരിദ്രരില്ലാത്ത മനുഷ്യരുടെ നാടായി മാറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു നാട് ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് സാധ്യമാക്കാൻ മറ്റൊരു സംസ്ഥാനത്തിന് കഴിയുകയില്ല. ഇതാ കേരളം പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു, അതിനു മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്നുള്ള വാശിയോടുകൂടി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു മത്സരത്തിന് തയ്യാറുള്ള ഒരു സംസ്ഥാനവും നമുക്ക് ഇന്ത്യയിൽ മറ്റിടത്തും കാണാൻ കഴിയില്ല. കാരണം എങ്ങനെ ഓടിയാലും കേരളത്തിനൊപ്പം എത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ മറ്റാർക്കും സാധിക്കാത്തത്. നേരത്തെ പറഞ്ഞ മനുഷ്യൻ്റെ എല്ലാ തരത്തിലുമുള്ള ജീവിത മൂല്യങ്ങളുടെ നിലവാരത്തിലുള്ള ഉയർച്ച വളരെ പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ മറ്റൊരുക്കും കഴിയാത്തതാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് അതിദരിദ്രരില്ലാത്ത നവകേരളമായി മാറാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പുതിയ ഒരു കേരളത്തെ കെട്ടിപ്പടുക്കേണ്ടത്, അതിന് എന്തെല്ലാമാണ് ഇനി ചെയ്യേണ്ടതിനെ സംബന്ധിച്ചുള്ള സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് നവകേരള സദസ്സിൻ്റെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലയിലും ഉള്ള വലിയ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, കൃഷിയുടെ മേഖലയിൽ, പുതിയ ചില വികസന പ്രവർത്തനങ്ങളുടെ മേഖലയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയാൻ കഴിയുന്ന വളരെ
ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ലോകത്തിന് മാതൃകയായ അല്ലെങ്കിൽ ഇന്ത്യക്ക് മാതൃകയായ ചില വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മാത്രമാണ്. നാം മറന്നു പോകാൻ പാടില്ലാത്ത ചിലതിനെ പറ്റി മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇൻ്റർനെറ്റ് അടിസ്ഥാനാവകാശമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമായി. അതിൻ്റെ ഭാഗമായി അത് പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യം അനുഭവപൂർണ്ണമാകുന്നത് പോലെ മനുഷ്യന് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ഈ പറഞ്ഞൊരു പ്രഖ്യാപനം യാഥാർത്ഥ്യമാവുള്ളൂ. അതിനുവേണ്ടി ഇൻ്റർനെറ്റ് മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു ഉപകരണമാക്കി മാറ്റി അത് കെ ഫോൺ എന്നുള്ള പദ്ധതിയിലൂടെ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഒരു വലിയ ജനകീയ വിപ്ലവം, ഇൻ്റർനെറ്റ് വിപ്ലവം ഈ കേരളത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1062 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് സംസ്ഥാനത്ത് നടക്കാൻ സാധ്യതയേയില്ല എന്ന രൂപത്തിലുള്ള വിവിധങ്ങളായ പ്രചരണങ്ങൾക്കിടയിൽ, പ്രതിസന്ധികൾക്കിടയിൽ ദേശീയപാതാ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് പല രൂപത്തിലും കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കൊക്കെ യാത്ര ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ടാവും. അവർക്കൊക്കെ നേരിട്ട് അനുഭവമുള്ള കാര്യവും മാഹി ബൈപ്പാസും തലശ്ശേരി ബൈപ്പാസും കണ്ണൂരിൽ നിന്നിങ്ങോട്ടുള്ള കോഴിക്കോട്ട് നിന്നിങ്ങോട്ടുള്ള ആ ബൈപ്പാസുകളും റോഡുകളുമെല്ലാം വികസിച്ച് വരുന്നത് നാം ഗൾഫിലെ, ഇവിടെ ഗൾഫുകാരും പ്രവാസികളും ധാരാളം ഉണ്ടല്ലോ, ഗൾഫിലേക്കല്ലേ ഇത് സാധിക്കുള്ളൂ എന്ന് പറയുന്ന നാട്ടിൽ അതുപോലെ സാധ്യമാകാവുന്ന രൂപത്തിലുള്ള റോഡുകൾ നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ മലയോര ഹൈവേയുടെ വീഡിയോകൾ ഞാനും നിങ്ങളും കണ്ടത് നമ്മുടെ അരിക്കൊമ്പനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്താണ്. അതുപോലെ തീരദേശ ഹൈവേ വരുന്നു. അതുപോലെ തന്നെ ജലഗതാഗതത്തെ ഉപയോഗപ്പെടുത്താനുള്ള പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നു. അതിൻ്റെ ഭാഗമായി ഇവിടെ കൊച്ചിയിൽ വാട്ടർ മെട്രോ പോലുള്ള സംവിധാനങ്ങൾ വരുന്നു. ഇങ്ങനെ ആധുനികമായ പുതിയ സാധ്യതകൾ എല്ലാ തരത്തിലും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് ഏറെക്കുറെ പൂർണ്ണമായി നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. ലോകത്തിന് മാതൃകയായി ലോകത്തിലെ തന്നെ ഏറ്റവും നന്നായി തീരമണയാൻ കഴിയുന്ന കപ്പൽ തുറമുഖം എന്ന നിലയ്ക്കുള്ള വിഴിഞ്ഞം തുറമുഖം ഇവിടെ കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിയുകയും പുതിയ കപ്പലുകൾ വരുന്ന സാഹചര്യവും നമ്മളെല്ലാവരും ആവേശത്തോടെയും അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തെ ഇത്തരത്തിലുള്ള ഭൗതികമായ വികസനത്തോടൊപ്പം തന്നെ ഒരു അറിവിൻ്റെ വികസന നിലയ്ക്കുള്ള ജ്ഞാന സമൂഹമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊക്കെ പുരോഗമനപരമായ നാടാണ് നമ്മുടെ നാട്, സമൂഹം എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും അന്ധവിശ്വാസങ്ങളുടെ പേരിൽ, അനാചാരങ്ങളുടെ പേരിൽ ചില അക്രമങ്ങളും കൊലപാതകങ്ങളും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചില പിന്നോട്ട് നടത്തമൊക്കെ നമ്മുടെ നാടിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തെ ആ ഒരു ജ്ഞാന സമൂഹമാക്കി മാറ്റുക, ആധുനിക സമൂഹമാക്കി മാറ്റുക, ശാസ്ത്രീയ സമൂഹമാക്കി മാറ്റുക എന്നുള്ള ആവശ്യമായുള്ള ഒരു ബോധപൂർവമായ ബദൽ പ്രവർത്തനം കൂടി നാം ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. സയൻസ് പാർക്കുകൾ, ഡിജിറ്റൽ പാർക്കുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ ടെക്നോളജിയിൽ ഇന്നൊവേഷനുകൾ, ജീനോം ഡാറ്റ സെൻറ്റർ, ഇങ്ങനെ നിരവധി ഡിജിറ്റൽ സാങ്കേതിക രംഗത്തുള്ള പുതിയ സാധ്യതകൾ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ എങ്ങനെയാണ് ചെറുപ്പക്കാരെ പുതിയ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക എന്നതിലേക്കുള്ള പുതിയ പദ്ധതികൾ, ഇങ്ങനെ ധാരാളം പുതിയ മേഖലകൾ നമ്മുടെ നാട്ടിനകത്ത് സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. കേരളത്തിനെതിരെ ഒരുപാട് കാലമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ചില പൊതുബോധങ്ങൾ നമുക്കിടയിലുണ്ട്. തൊഴിൽ സൗഹൃദമല്ല, വ്യവസായ സൗഹൃദമല്ല, ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടല്ലോ. അതിനെല്ലാം വ്യത്യസ്തമായി വ്യവസായ സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറുന്നു. അതുപോലെ തന്നെ ലോകസഞ്ചാരികളുടെ പ്രിയ കേരളമായി നമ്മുടെ നാട് മാറുന്നു. അങ്ങനെ ഒരുപാട് പദ്ധതികളിലൂടെ, ടൂറിസം സ്ട്രീറ്റ് പദ്ധതിയിലൂടെ, കാരവൻ ടൂറിസത്തിലൂടെ നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ കണ്ടിരുന്ന വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ പോലെയുള്ള ധാരാളം നൂതനമായ ചില പദ്ധതികളിലൂടെയൊക്കെ കേരളം ഒരു പുതിയ കുതിച്ചുചാട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള ഭൂമിയും രേഖയും പട്ടയും കൊടുക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിയോടുകൂടി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കഴിയും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. എല്ലാവർക്കും വീട് കൊടുക്കാൻ കഴിയും. 4 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ഇതുവരെ ലൈഫിൽ വീട് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, ആദിവാസി വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും ഈ രൂപത്തിലുള്ള കരുതലും സ്നേഹവും പിന്തുണയും കൊടുക്കുന്ന ഗവൺമെൻറ്റായി മാറുന്നു. നമുക്കറിയാം, പാഠപുസ്തകം കൊടുക്കാതിരുന്ന, പവർ കട്ട് ഉണ്ടായിരുന്ന അത്തരത്തിൽ ഒരു കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി പടുത്തുയർത്തുന്നതിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള മാറ്റം നമുക്ക് പ്രകടമാക്കി നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു ഗവൺമെൻറ്റാക്കി മാറിയതിനു ശേഷമാണ് ഈ ഗവൺമെൻറ് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് വളരെ ചുരുക്കി ഇത്തരം കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത്. വികസനം ജനങ്ങൾക്ക് നേരിട്ട് പറയാൻ വേണ്ടി പ്രോഗ്രസ് കാർഡ് ഇറക്കുന്ന ഒരു ഗവൺമെൻറ്, നിരവധിയായ പദ്ധതികളിലൂടെ കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിൽ അടയാളപ്പെടുത്തിയ ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റാണ് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റാണ് ഇനി എന്തു ചെയ്യണം, നീ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളെ കേൾക്കാനിതാ ഞങ്ങൾ വരുന്നു എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് വരുന്നത്. കേവലം ഒന്നും ചെയ്യാതിരുന്നൊരു ഗവൺമെൻറ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരികയല്ല ചെയ്തത്, എല്ലാം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ മാക്സിമം ചെയ്യുകയും പരമാവധി ഒരു ഗവൺമെൻറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും
ആ ഉപയോഗപ്പെടുത്തിയതിന് ശേഷം വീണ്ടും ഈ ഒരു സർക്കാരിൻ്റെ അതിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു അർദ്ധഘട്ടത്തിൽ വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയുമാണ് ചെയ്തത്. ഇറങ്ങിച്ചെല്ലുന്ന ഗവൺമെൻറ്റിനെ, ജനാധിപത്യ അനുഭവത്തെ ഇരു കൈയും നീട്ടിയാണ് മലയാളികൾ സ്വീകരിച്ചത്. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഏതെങ്കിലും ഒരു ജാതി മത വിഭാഗത്തിൻ്റെയോ മാത്രം പരിപാടിയാകാതെ ഈ സർക്കാരിൻ്റെ ഈ യാത്രയെ കേരളം പാലക്കാട് കടന്നുപോയി തൃശ്ശൂരിലെത്തുന്നവരെയും നാം അനുഭവിച്ചറിയുന്നത് ആപാലവൃദ്ധം ജനങ്ങളുടെ ഒരു സ്നേഹ വായ്പോടുകൂടി ഏറ്റുവാങ്ങുന്നതായാണ് നാം കണ്ടത്. ഈ ഗവൺമെൻറ് ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ ധാരാളം പരദൂഷണങ്ങൾ നാം കേട്ടു, പരിഹാസങ്ങൾ നാം കേട്ടു. എന്തിനാണ് ഇങ്ങനെയൊരു യാത്ര എന്നതിനെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ വലിയ രൂപത്തിലുള്ള പ്രചരണങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ, വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾ, അതുപോലെ തന്നെ വലതുപക്ഷ പാർട്ടികൾ, BJP അടക്കമുള്ള ഈ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം വലിയ രൂപത്തിൽ ഇതിനെ വലിയ ധൂർത്ത് എന്ന രൂപത്തിൽ ആക്ഷേപിക്കുന്ന സ്ഥിതിയുണ്ടായി. ധൂർത്ത് എന്ന നിലയ്ക്ക് ആക്ഷേപിക്കുന്ന സ്ഥിതിയും കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളീയം നടന്ന സമയത്ത്, അതുപോലെ തന്നെ ലോക കേരള സഭ നടന്ന സമയത്ത് ഇത്തരത്തിൽ എങ്ങനെയാണ് പുതിയ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടതിനെ സംബന്ധിച്ച നൂതനമായ മാതൃകകൾ അവതരിപ്പിക്കുമ്പോഴെല്ലാം ഇത്തരത്തിലുള്ള ഒറ്റ വാക്കിലൂടെ അതിനെ അധിക്ഷേപിക്കുന്ന രൂപത്തിലുള്ള പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം എനിക്കും നിങ്ങൾക്കും അറിയാം. അങ്ങനെ ഒരു പരിഹാസത്തിൻ്റെ ഇടയിൽ, പരദൂഷണത്തിൻ്റെ ഇടയിലാണ് ഈ യാത്ര തുടങ്ങിയത്. മഞ്ചേശ്വരത്ത് ഈ ജാഥ ആരംഭിക്കുമ്പോൾ നാം കണ്ടത് മഞ്ചേശ്വരം എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സപ്തഭാഷാ സംഗമഭൂമിയിൽ ആ നാട് ഇന്നേ വരെ ചരിത്രത്തിൽ കണ്ടില്ലാത്ത രൂപത്തിലുള്ള അഭൂതപൂർവമായ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ജനങ്ങൾ അവരെ ഏറ്റെടുത്തത്. സഖാവ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, എല്ലാ വേദികളിലും, പാലക്കാട്ടെ വേദികൾ ഉൾപ്പെടെ ആ അഭൂതപൂർവമായ കാഴ്ചയുടെ വർണ്ണനകൾ എല്ലാ കേന്ദ്രങ്ങളും നടത്തുന്നു എന്നത് തന്നെ ആ വേദി എത്രമാത്രം വലുതായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെ കാസർഗോഡ് നിന്ന് തുടങ്ങിയ ജാഥ ഇന്നലത്തോടുകൂടി പാലക്കാട്ടെ പര്യടനം പൂർത്തിയാക്കി തൃശ്ശൂരിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ജാഥ കടന്നു പോകുന്നതിനിടയിൽ വിവിധങ്ങളായ പരദൂഷണ പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നാം കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആ ജാഥ വരുന്നത് ഒരു ബസ്സിലാണ്, ആ ബസ് കോടിക്കണക്കിന് രൂപ വിലയുള്ളതാണ് എന്നതിനെ സംബന്ധിച്ചുള്ള പ്രചരണമാണ് ആദ്യം ഉണ്ടായത്. അത് നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും. ഒരു ആഡംബര ബസ് വരുന്നു എന്നതാണ്. ആ ആഡംബര ബസ് വലിയ സൗകര്യങ്ങളുണ്ട് എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളുണ്ടായി. പക്ഷേ ഇവിടെ ഒരു ബസ് വന്നതോടുകൂടി ആ പ്രചരണങ്ങളെല്ലാം ഇല്ലാതായി. ഒരു മന്ത്രിസഭയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ബസ് കേരളത്തിൽ ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി KSRTCക്ക് പിന്നീട് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു ബസ് എന്ന നിലയിൽ അത് പിന്നീട് ജനം തിരിച്ചറിയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഒരു ജനാധിപത്യ അനുഭവത്തെ സംബന്ധിച്ചാണ് നാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ ബസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബദൽ രാഷ്ട്രീയം കൂടി ഈ സമയത്ത് പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് യാത്ര ചെയ്യുക, ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുക എന്നത് ഇന്നത്തെ ഇന്ത്യയെ സംബന്ധിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും ഈ നാടിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. ആ നിലയ്ക്കാണ് ഒരു ഗവൺമെൻറ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. വേറിട്ട് നിൽക്കാതെ ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശം നൽകി കൂടിയാണ് ഈ നവകേരള ബസ് യാത്ര ചെയ്തത്. ആ ബസ്സിനെ സംബന്ധിച്ചുള്ള ധാരാളം വാർത്തകൾ അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ഏതോ രാത്രി ഗ്ലാസ് മാറ്റി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്ന രൂപത്തിലുള്ള വാർത്ത മനോരമ കൊണ്ടുവന്നു. ഈ തരത്തിലെല്ലാം ധാരാളം വ്യാജ പ്രചരണങ്ങൾ ഈ നാട്ടിൽ നടത്തുന്ന സ്ഥിതി നമ്മുടെ നാട്ടിൽ ഈ യാത്രക്കിടയിൽ ധാരാളം കാണുകയുണ്ടായി. മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, അങ്ങനെ ഗ്ലാസ് മാറ്റിയെങ്കിൽ അതിലിപ്പോൾ എന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. ഗ്ലാസ് മാറ്റിയിട്ടില്ല എന്നുള്ളത് വാസ്തവം. പക്ഷേ അതീവ രഹസ്യമാക്കി മാറ്റി എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത്. ഒരു ഗ്ലാസ് കാഴ്ചയ്ക്ക് തടസ്സമുണ്ടെങ്കിൽ, ഡ്രൈവർക്ക് തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റുന്നതിൽ ഇന്ത്യയിലെ വാഹന നിയമം അനുസരിച്ച് യാതൊരുവിധ തെറ്റുമില്ല. അങ്ങനെ അതീവ രഹസ്യമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതിലെന്താണ് മാറ്റിയെങ്കിൽ പോലും എന്താണ് തെറ്റ് എന്ന രൂപത്തിലാണ് അതിന് പ്രതികരിച്ചത്. സ്കൂളിൻ്റെ മതിലിടിച്ച് ഈ പറഞ്ഞ നവകേരള സദസ്സിന് വേണ്ടി സൗകര്യമൊരുക്കി എന്നാണ് മറ്റൊരു വ്യാജ പ്രചരണം ഉണ്ടായത്. എന്താണ് അതിൻ്റെ വാസ്തവമെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. കാരണം 2 കൊല്ലം മുമ്പ് ടെൻഡർ ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ അനുയോജ്യമായല്ല, ഫിറ്റല്ല എന്ന് കണ്ടെത്തിയ ഒരു കെട്ടിടമാണ് ഈ സന്ദർഭത്തിൽ പൊളിച്ചത്. ആ നവകേരള സദസ്സ് എന്ന പരിപാടി 2 കൊല്ലം മുമ്പ് ആലോചിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നടന്ന ഈ പറഞ്ഞ ഒരു ഫിറ്റല്ലാത്ത കെട്ടിടത്തിൻ്റെ പൊളിച്ചുമാറ്റൽ ഇവിടെ വാർത്തയായി നൽകുന്ന സ്ഥിതി ഉണ്ടായി. ബസ് കണ്ടതിന് ശേഷം
റോഡ് ക്രോസ് ചെയ്ത ഒരു യുവതിക്ക്, ഒരു സ്ത്രീക്ക് വാഹനം ഇടിച്ചു എന്നാണ് വാർത്ത. മീഡിയ വണ്ണിൻ വാർത്തയായിരുന്നു. കാരണം നമുക്ക് ഒറ്റവാക്കിൽ തോന്നുക, പെട്ടെന്ന് വായിച്ചാൽ ബസ് ഇടിച്ചു എന്നാണ് തോന്നുന്നത്. ബസ് ഇടിച്ചിട്ടില്ല. ബസ് കണ്ടതിന് ശേഷം റോഡ് ക്രോസ് ചെയ്ത സ്ത്രീക്ക് ഒരു ബൈക്ക് അപകടത്തിൽ പരിക്കുന്നതാണ്. ഇത്തരത്തിൽ വലിയ രൂപത്തിൽ ഇതിനെതിരെയുള്ള പരദൂഷണം എന്ന നിലയ്ക്ക് തന്നെ പറയാവുന്ന രൂപത്തിലുള്ള വില കുറഞ്ഞ പരിഹാസങ്ങൾ ഈ നാട്ടിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഇടയിലാണ് ഈ രൂപത്തിലുള്ള ജനകീയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര എന്നാണ് വളരെ ചുരുക്കി ഈ പരദൂഷണങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. പ്രതിപക്ഷം ഈ യാത്രയെ ബഹിഷ്കരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. കേരളത്തിലെ ജനങ്ങളോട് തന്നെയാണ് ആഹ്വാനം ചെയ്തത്. പക്ഷേ കേരളത്തിലെ ജനം നവകേരള യാത്രയല്ല ബഹിഷ്കരിച്ചത്, കേരളത്തിലെ ഗവൺമെൻറ്റിനെ അല്ല ബഹിഷ്കരിച്ചത്. ജനം ബഹിഷ്കരിച്ചത് ഈ കേരളത്തിലെ പ്രതിപക്ഷത്തെയാണ് എന്ന് വളരെ കൃത്യമായി അസന്നിഗ്ധമായി പറയാൻ വേണ്ടി ഈ യാത്രയുടെ അഭൂതപൂർവമായ സ്വീകരണം, ജനപങ്കാളിത്തം നമുക്ക് ബോധ്യപ്പെടുത്തി തരും എന്നതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ആയിരക്കണക്കിന് മനുഷ്യരാണ് അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരാതി എഴുതി തയ്യാറാക്കി, അല്ലെങ്കിൽ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ എഴുതി തയ്യാറാക്കിയ നിവേദനങ്ങളുമായി നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കൗണ്ടറുകളിലെത്തിയത്. നമ്മുടെ ജില്ലയിലാണെങ്കിൽ ഏകദേശം 61,000-ലധികം പരാതികളാണ് കിട്ടിയത് എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഈ നമ്മുടെ ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും ഏകദേശം ആയിരക്കണക്കിന് ആളുകളുടെ പരാതികൾ വന്നു. തൃത്താലയിൽ 3,414, തൃത്താലയിൽ 4,419, പട്ടാമ്പിയിൽ 3,414, ഷൊർണൂരിൽ 3,424, പാലക്കാട് 5,281, മലമ്പുഴയിൽ 7,667, കോങ്ങാട് 4,512, മണ്ണാർക്കാട് 5,885, ചിറ്റൂരിൽ 4,981, നെന്മാറയിൽ 6,536, ആലത്തൂരിൽ 6,664, തരൂരിൽ 4,525. നമ്മുടെ പാലക്കാട് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കൂടിയായി 61,204 പരാതികൾ വന്നു എന്നതാണ് സംബന്ധിച്ചാണ് ഇന്നലെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ട്. ഞാൻ ഈ കണക്കുകൾ സൂചിപ്പിച്ചത് ഈ കണക്കുകളെ സംബന്ധിച്ച് നമുക്ക് ഈ പ്രസംഗത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, കൃത്യമായ വിവരം, ഡാറ്റ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഒരു മനുഷ്യൻ്റെയും പരാതിയെ വില കുറച്ച് കണ്ടിട്ടില്ല, അത് പരിഗണിക്കപ്പെടും എന്നതിനെ സംബന്ധിച്ച് കൂടിയാണ് കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്നത്. അങ്ങനെ ഓരോ മണ്ഡലത്തിലെയും ഓരോ ജില്ലയിലെയും കേരളത്തിലാകെയും പരാതികൾ കൃത്യമായി പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അനുഭവങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്തു. കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ധാരാളം പരാതികൾ അപ്പോൾ തന്നെ പരിഹരിക്കുന്ന വാർത്തകൾ നാം കണ്ടു. നമ്മുടെ തിരൂരിലാണ് ഒരു കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് 12 ലക്ഷം അപ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്ന സ്ഥിതി നാം കണ്ടത്. ചെർപ്പുളശ്ശേരിയിൽ, ഷൊർണൂരിലായിരുന്നു സ്വീകരണം. ആ സ്വീകരണ കേന്ദ്രത്തിൽ തന്നെ അതിന് തൊട്ടടുത്ത് ഞാനും ഉണ്ടായിരുന്നു. നേരിട്ട് അനുഭവമുള്ളൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. വീണ ജോർജിനെ കാത്ത് ഒരച്ഛനും കുട്ടിയും കാത്തു നിൽക്കുകയായിരുന്നു. വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് പോലീസിൻ്റെ അവരുടെ സുരക്ഷാ ക്രമീകരണമുണ്ട്. അതിനടുത്തായി വീണ ജോർജ് മന്ത്രി വരുന്നതും കാത്ത് അവർ കാത്തു നിൽക്കുകയാണ്. വരുമ്പോൾ കാണാനാവശ്യമായ സൗകര്യങ്ങൾ വളണ്ടിയർ സഖാക്കൾ, സുഹൃത്തുക്കൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ വന്നതോടുകൂടി ഈ പറഞ്ഞ മജ്ജ മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട ഏകദേശം 40 ലക്ഷത്തോളം രൂപ വരുന്ന ഒരു ചികിത്സ RCCയിൽ ഉണ്ടോ എന്ന ചോദ്യമാണ് എന്നോടവർ ചോദിച്ചത്. RCCയിൽ ഉണ്ടോ എന്ന ചോദ്യത്തിൽ എനിക്ക് സംശയമുണ്ടായി. കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞത്. പിന്നീട് മന്ത്രി വരികയും അവർ നേരിട്ട് അവരുമായി സംസാരിക്കുകയും മജ്ജ മാറ്റിവെക്കാൻ ആവശ്യമായ ചികിത്സാ ക്രമീകരണങ്ങൾ മലബാർ ക്യാൻസർ സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ മന്ത്രി നേരിട്ട് അതേ സമയം തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് ചെയ്യുന്ന വാർത്തയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നടന്നത്. ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമുക്ക് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ നേരിട്ട് നിരവധി ആളുകൾക്ക് മെസ്സേജ് മുഖാന്തരം പരാതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരവും ഇതിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാതെ നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടാണ്. ഒരു പ്രതിസന്ധി കേരളത്തിലെ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ നെല്ലറ എന്ന നിലയ്ക്കുള്ള നമ്മുടെ പ്രദേശത്തെ നെൽകർഷകർ അനുഭവിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നെല്ല് എടുത്തു കൊണ്ടുപോയിട്ടും അതിൻ്റെ വില കിട്ടാത്ത പ്രശ്നം, ഒരു ദുരിതപൂർവമായ സ്ഥിതി നമ്മുടെ നാട്ടിലെ കർഷകർക്കുണ്ടായിരുന്നു. ആ കർഷക പ്രശ്നങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന പ്രഭാത യോഗങ്ങളിൽ വളരെ കൃത്യമായി ഉന്നയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിനാവശ്യമായ മറുപടി കൃഷിമന്ത്രിയും അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട മന്ത്രിമാരുമെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രഭാത യോഗത്തിൽ അത് കൃത്യമായി അതിനുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു. മറുപടി കൊടുക്കുക എന്നത് എളുപ്പത്തിൽ കഴിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ പരിഹരിക്കപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ നെല്ല് സംഭരണത്തിൻ്റെ ഭാഗമായി കർഷകർക്ക് കിട്ടാനുള്ള കുടിശ്ശിക അത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ കൊടുത്തു തീർക്കാൻ ആവശ്യമായ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നാണ് സൂചിപ്പിച്ചത്.
പക്ഷെ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വില കൊടുക്കാൻ കഴിയാതിരുന്നത് എന്ന രാഷ്ട്രീയ പ്രശ്നം കൂടിയും അവരുമായി സംവദിക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് കേരളത്തിൽ നമുക്കറിയാം, ഈ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2547 ഹെക്ടർ ഉണ്ടായിരുന്ന കൃഷി 4500 ഹെക്ടർ കൃഷിയായി വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നെൽകൃഷി ചെയ്യുന്ന പാടങ്ങൾ സ്വന്തമായുള്ള വയലുള്ള കർഷകന് റോയൽറ്റി കൊടുക്കുന്ന ഒരു സംസ്ഥാനമായി ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊരു സ്ഥലമായി നമ്മുടെ നാട് മാറി. അത് യൂറോപ്യൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് നെൽഭൂമിക്ക്, വയൽ ഭൂമിക്ക് റോയൽറ്റി കൊടുക്കുന്നത്. അങ്ങനെ പരമാവധി കർഷകരെ സ്നേഹിക്കാനും ആ കർഷകർക്ക് നെൽകൃഷിയിൽ താല്പര്യമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേന്ദ്രം 20 രൂപ 40 പൈസ കൊടുക്കുമ്പോൾ കേരളം കൊടുക്കുന്നത് 28 രൂപയാണ്. അങ്ങനെ കേരളം കൊടുക്കുന്ന താങ്ങുവിലയിൽ കേന്ദ്രത്തിൻ്റെ പങ്ക് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ വില കൊടുക്കാൻ കഴിയുന്നതിലുള്ള പ്രയാസം, സമയ പ്രശ്നം ഉണ്ടായത്. അത് പരിഹരിക്കപ്പെടുന്ന സ്ഥിതി ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഗവൺമെൻറ് അത് ശ്രദ്ധിക്കുകയും കർഷകർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ പാലക്കാട് ജില്ലയിൽ നിന്ന് ജാഥ പോകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ജാഥയുടെ സദസ്സിൻ്റെ ഭാഗമായി അണിനിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഒരു പരിചിതം തന്നെയാണ്. ആദിവാസികൾ, തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, സ്ത്രീകൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ലോട്ടറി തൊഴിലാളികൾ, അതുപോലെ തന്നെ IAS ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രതിനിധികളായ കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ, മറ്റു ലിംഗക്കാർ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സമൂഹത്തിൻ്റെ ആകെ പരിച്ഛേദം ഈ ജാഥയുടെ ഭാഗമായി മാറുന്നു. അതോടൊപ്പം തന്നെ പൗരപ്രമുഖർ എന്ന് അധിക്ഷേപിച്ച, അവർ പങ്കെടുക്കുന്നു എന്ന് അധിക്ഷേപിച്ച പ്രഭാത യോഗങ്ങളിലും നാം കണ്ടു. ഇവരെല്ലാം അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനും അതുപോലെ തന്നെ കുറിച്ചെടുക്കുന്നതിനും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുന്നതും നാം കണ്ടു. നമ്മുടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കാരി കൂടിയായ സിനിമാ നടി, അഭിനേത്രി അനുമോൾ പറഞ്ഞത്, ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ്, അത്ഭുതത്തോടു കൂടിയാണ് ഷൊർണൂരിലെ പ്രഭാത യോഗത്തിൽ പിണറായി എന്ന് പറയുന്ന മനുഷ്യൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇതെല്ലാം ഞങ്ങൾ പറയുന്നതെല്ലാം സ്വന്തം പേന ഉപയോഗിച്ചു കൊണ്ടൊരു കുറിപ്പടയിൽ കുറിച്ചെടുക്കുന്നത്, അതിന് മറുപടി പറയാൻ വേണ്ടി സ്വയം പ്ലാൻ ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നത് കണ്ടത്, നോക്കി നിന്നത് എന്നതിനെ സംബന്ധിച്ച് അനുമോൾ തന്നെ അവരുടെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട അനുഭവത്തിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ സമൂഹത്തിൻ്റെ പരിച്ഛേദമായി ഒന്നാകെ ഒഴുകിയെത്തുന്നപ്പോൾ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ബഹിഷ്കരണാഹ്വാനം നിലനിൽക്കുമ്പോഴും പാലക്കാട് ജില്ലയിലെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം എല്ലാവർക്കും വന്ന് അഭിപ്രായങ്ങൾ പറയാനും കാണാനും കഴിയാവുന്ന രൂപത്തിലുള്ള പരിപാടിയാണ് എന്ന് പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിച്ച നവകേരള സദസ്സിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നേതാവ് AV ഗോപിനാഥ് തന്നെയാണ്. DCCയുടെ പ്രസിഡൻ്റായിരുന്ന, MLA ആയിരുന്ന, കോൺഗ്രസിൽ തന്നെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളായ AV ഗോപിനാഥിൻ്റെ സാന്നിധ്യം മറ്റു ചില ആളുകളൊക്കെ അദ്ദേഹം പോകില്ല എന്നൊക്കെ മുഴുവടിൻ്റെ മുന്നിൽ നിന്ന് വലിയ വീമ്പിളക്കുന്നതൊക്കെ നാം കണ്ടു. അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരനായിക്കൊണ്ട് തന്നെ ഞാൻ ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നു എന്നാണ് AV ഗോപിനാഥ് വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞത്. മുഖ്യമന്ത്രി അതിന് കൃത്യമായ മറുപടി പറയുകയും ചെയ്യും. ഒരു പാർട്ടിയിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത് എന്ന് കൃത്യമായി പറയുകയും ചെയ്തു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തെ ഉൾപ്പെടെ ഈ പരിപാടിയുടെ ഭാഗമായി മാറ്റണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. കേരളത്തിലെ മറ്റ് 41 പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലത്തിലും ഈ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടിയിലും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും പ്രതിപക്ഷത്തിൽ പറയാനും കൂടി കേൾക്കാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ നിഷേധിക്കപ്പെട്ടത്, ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ ആർക്കും വരാൻ കഴിയുന്ന ഈ പരിപാടിയുടെ ഭാഗമായി AV ഗോപിനാഥ് വരുന്ന കാഴ്ച, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പലരും വരുന്ന കാഴ്ച, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ മഹാപ്രതിഭകൾ, അതുപോലെ തന്നെ നിരവധിയായ മനുഷ്യർ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന കാഴ്ചയാണ് പാലക്കാട്ടെ സ്വീകരണ വേദികളിലും പ്രഭാത യോഗങ്ങളിലും നാം കണ്ടത്. ദരിദ്രരില്ലാത്ത കേരളത്തിൻ്റെ ഭാഗമായി നാം അതിൻ്റെ ആവശ്യമായ മൈക്രോ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തിലും എത്രയാണ് ആളുകൾക്ക് ഇത് കിട്ടാനുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഡാറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കാവശ്യമായ സാമ്പത്തികമായ പിന്തുണ, അവർക്കാവശ്യമായ കരുതൽ, സ്നേഹം, വീട്, അവർക്കാവശ്യമായ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉറപ്പാക്കാനുള്ള സംവിധാനമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ദുർഗേശ്വരി അമ്മ എന്ന് പറയുന്ന സരളപ്പതി ചിറ്റൂരിലെ ഒരു ഒരു സ്ത്രീയും വീൽ ചെയറിൽ വന്ന് അവരുടെ വീടിൻ്റെ താക്കോൽ വാങ്ങി പോകുന്ന കാഴ്ച, മനോഹരമായ കാഴ്ച നാം പാലക്കാട്ടെ സ്വീകരണത്തിൽ കണ്ടു. ലിജുമോൾ എന്ന് പറയുന്ന 2 കൈയുമില്ലാത്തൊരു പെൺകുട്ടി
നമുക്ക് വളരെ അഭിമാനം തോന്നാവുന്ന അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ നൽകാവുന്ന രൂപത്തിലുള്ള ഒരു കുട്ടി കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ഏഷ്യയിൽ തന്നെ ലൈസൻസ് ആദ്യമായി കിട്ടുന്ന ഒരു കുട്ടിയായി ട്ടുള്ള ലിജുമോൾ വന്ന് നമ്മുടെ പാലക്കാട് ജില്ലയുടെ സ്വീകരണ കേന്ദ്രത്തിൽ വന്നത് നമുക്ക് ഒരു കൗതുകകരമായ കാഴ്ചയായിരുന്നു. സരിക വന്ന് കേരളാവിഷൻ മിനിസ്റ്ററോട് ലോണുമായി ബന്ധപ്പെട്ട പ്രശ്നം പറയുന്നതിൻ്റെ വാർത്ത നമ്മൾ കണ്ടു. ഇങ്ങനെ നിരവധിയായ മനുഷ്യർ ഇതിൻ്റെ ഭാഗമായി നവകേരള സദസ്സിൻ്റെ ഭാഗമായി എത്തുന്ന സ്ഥിതി നമുക്കുണ്ടായി. സ്വരൂപ് എൻ്റെ സുഹൃത്തു കൂടിയാണ് വടക്കഞ്ചേരിയിൽ. അദ്ദേഹം പറഞ്ഞത് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിനാവശ്യമായ പരിപാടികൾ നടക്കുന്നു. ഒരു ക്ഷീരകർഷകൻ കൂടിയാണ്. ചില്ലുകുപ്പിയിൽ ഈ പാല് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തന സമിതി നടക്കുന്ന ഒരാളാണ്. ചിറ്റൂരിലെ ജ്ഞാനശരവണൻ എന്ന് പറയുന്ന ഒരു കർഷകൻ, ജ്ഞാനശരവണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തമിഴിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഉൽപ്പന്നങ്ങൾക്ക് വില കെട്ടാൻ ഇടനിലക്കാരെ ഒഴിവാക്കണം എന്നുള്ള പുതിയ നിർദ്ദേശം എന്നതിലേക്കുള്ള പ്രായോഗികമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കൊല്ലങ്കോട് കാർഷിക കോളേജ് വേണം, സർക്കാർ കോളേജ് ഷൊർണൂർ മണ്ഡലത്തിൽ യഥാർത്ഥത്തിലില്ല, അത് വേണം എന്ന് SFIക്കാർ ഉന്നയിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇങ്ങനെ നിരവധിയായ മനുഷ്യർ അവരുടെ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല, സമൂഹത്തിൻ്റെ ആകെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥിതി നമ്മുടെ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ നാം കണ്ടു. കാഞ്ഞിരപ്പുഴയിലെ മൂപ്പൻ, അവിടെ ഒരു ഊരുണ്ട്, ആ ഊരിലെ മൂപ്പൻ നാഗൻ വന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ഊരിലെ 97 കുടുംബങ്ങൾക്കാണ് ലൈഫിൽ വീട് തന്നത്, ആ വീട് തന്നതിലുള്ള നന്ദി പറയാൻ വേണ്ടിയാണ് നാഗൻ എന്ന് പറയുന്ന മൂപ്പൻ വന്നത്. അശ്വിൻ ശേഖറിനെ സംബന്ധിച്ച് നാം അറിയേണ്ടവരാണ്, അറിയുന്നുണ്ടാവുമെന്നാണ് കരുതുന്നത്. പക്ഷേ അറിയാത്തവർക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അറിയേണ്ട ഒരു വ്യക്തിയാണ് അശ്വിൻ ശേഖർ. ഉൽക്കാശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഈ ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളൊക്കെയായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ ഭാഗമായി ലോകത്തെ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ്. നമ്മുടെ നെല്ലായക്കാരനായ ചെർപ്പളശ്ശേരിക്കാരനായ അശ്വിൻ ശേഖർ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. അദ്ദേഹത്തിന് ചിഹ്നഗ്രഹത്തിന് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇത്ര പ്രശസ്തനായ ഉൽക്കാശാസ്ത്രജ്ഞൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ കുട്ടികളെ സൂപ്പർ പവറാക്കി മാറ്റണം എന്നാണ്. അതിനാവശ്യമായ ബഹിരാകാശ പദ്ധതി നമ്മുടെ സ്കൂളുകളിൽ നിന്ന് തുടങ്ങണം എന്നാണ്. സ്കൂളിൻ്റെ മുന്നേറ്റത്തെ സംബന്ധിച്ച് ഇവിടെ പറയേണ്ടതില്ലല്ലോ കേരളത്തിൽ. ഇനിയൊരു പുതിയ സാധ്യതയെ സംബന്ധിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ലാബിൽ നമുക്ക് ഇപ്പോൾ എല്ലാ സ്കൂളിലും, ഹയർ സെക്കൻഡറി സ്കൂളിലെല്ലാം ലാബുകളുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും ബയോളജി, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രിയൊക്കെയായി ബന്ധപ്പെട്ട ലാബുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ലാബ് സൗകര്യത്തോടുകൂടിയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. ഞാനും നിങ്ങളും പഠിച്ചത് നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി സൗകര്യത്തിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു. അവിടെയെല്ലാം ടെലസ്കോപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ബഹിരാകാശത്തേക്ക് നോക്കി, ഉയരത്തേക്ക് നോക്കി, ആകാശത്തേക്ക് നോക്കി പുതിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്ന, പുതിയ ലോകത്തേക്ക് പറന്നു പോകാൻ കഴിയുന്ന ഒരു സമൂഹമാക്കി, തലമുറയാക്കി കേരളത്തിലെ തലമുറയെ നമുക്ക് മാറ്റാൻ കഴിയണമെന്നുള്ള പുതിയ സന്ദേശമാണ് അദ്ദേഹം പങ്കുവച്ചത്. മറ്റൊരാൾ നമ്മുടെ തൃത്താലയിലെ ബർക്കത്ത് നിഷയാണ്. അവർ നമ്മുടെ സുഹൃത്താണ്, പലർക്കും നേരിട്ട് പരിചയമുള്ള ആളാവും, തൃത്താലക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. പറക്കാൻ എനിക്ക് ചിറക് നൽകിയത് ഈ സർക്കാരാണെന്നാണ്. ഈ വളരെ റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ലൈസൻസ്, അസിഡസ് ലൈസൻസ് എന്നാണ് അതിൻ്റെ പേര് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ലൈസൻസ് നേടിയ ഈ നാട്ടിലെ വളരെ ചുരുക്കം ചില വനിതകളിൽ ഒരാളാണ് ബർക്കത്ത് നിഷ. അവർ അഭിമാനപൂർവ്വം ഈ സദസ്സിൻ്റെ ഭാഗമായി മാറുന്നത് നമ്മൾ കണ്ടു. ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നത്, ആരൊക്കെ എതിർത്താലും ഈ പാലക്കാടിലെ ജനങ്ങളാകെ നമ്മുടെ കൂടെയുണ്ട്, സർക്കാരിൻ്റെ കൂടെയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. തൃത്താലയിൽ അങ്ങനെ സ്നേഹസമ്പന്നമായ ധാരാളം കാഴ്ചകൾ നാം കണ്ടു. കുടുംബശ്രീ എന്ന് പറയുന്ന ലോകത്തിന് മാതൃകയായ നമ്മുടെ സംവിധാനത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയുടെ നാടുകൂടിയാണ് തൃത്താല മണ്ഡലം. അവിടെ കുടുംബശ്രീ മിഷൻ പ്രത്യേകമായി കേന്ദ്രീകരിച്ച് എല്ലാ യൂണിറ്റുകളിൽ നിന്നും തയ്യാറാക്കിയ മധുരമുള്ള ഉണ്ണിയപ്പം തൃത്താലയിൽ അവിടെ വന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മനുഷ്യർക്കെല്ലാം സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു സ്നേഹ മധുര കാഴ്ച കൂടി തൃത്താലയിൽ നാം കാണുകയുണ്ടായി. മറ്റൊരാൾ എൻ്റെ നാട്ടിലെ താമസക്കാരി കൂടിയായ അനങ്ക കിളിയാണ്. നിങ്ങളതിൻ്റെ വാർത്തകൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ വർഷത്തെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം കിട്ടിയ കുട്ടിയാണ്. ഒരു കിളി എന്നാണ് എൻ്റെ പേര്. കാണുമ്പോൾ ഒരു കിളിയെ പോലെ തോന്നുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി. ആ കുട്ടി ഈ സദസ്സിൻ്റെ ഭാഗമായി പങ്കെടുത്തിരുന്നു. ആ കുട്ടി ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ സ്കൂളിലൊരു കളിസ്ഥലം വേണമെന്നാണ്. ഈ ഗവൺമെൻറ് എല്ലാ പഞ്ചായത്തിലും കളിസ്ഥലം ഉണ്ടാവണമെന്നും, അതുപോലെ തന്നെ സിന്തറ്റിക് ട്രാക്കുകൾ ആവശ്യമായ സ്ഥലത്തെല്ലാം ഉണ്ടാകണമെന്നും, മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ധാരാളം പൊതു ഇടങ്ങൾ ഉണ്ടാകണമെന്നും ഒക്കെ സ്വപ്നം കാണുകയും അത് യാഥാർത്ഥ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ VT സ്മാരകം പാലക്കാട് വലിയ പദ്ധതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ധാരാളം പുതിയ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, മനുഷ്യന് ഒരുമിച്ച് കൂടാനുള്ള ധാരാളം സൗകര്യങ്ങൾ ഈ ഗവൺമെൻറ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്.
അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആ ഞാൻ സൂചിപ്പിച്ചത് അനങ്കാക്കിളിയെ സംബന്ധിച്ചാണ്. എൻ്റെ സ്കൂളിൽ ഒരു കളിസ്ഥലം വേണം എന്നാവശ്യപ്പെടുകയുണ്ടായി. കൊടുമുണ്ട സ്കൂളിന് വേണ്ടിയാണ് ആ കുട്ടി അത് ആവശ്യപ്പെട്ടത്. ഇങ്ങനെ ധാരാളം കുട്ടികൾ, ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞതും ചെറുതല്ല, എല്ലാവരും പറഞ്ഞതും കേൾക്കുകയും അത് നടപ്പിലാക്കാൻ കഴിയുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചന നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ ജനകീയ മുന്നേറ്റത്തിൻ്റെ വേദിയായി ഈ സദസ്സ് മാറുകയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യരുടെ സ്നേഹവായ്പിൻ്റെ നിറകുടം ആയി ഈ നവകേരള സദസ്സിൻ്റെ വേദികൾ കൂടി മാറുന്ന കാഴ്ച കൂടി കാണുകയാണ്. തൃത്താലയിൽ തന്നെ മറ്റൊരാൾ, നമ്മുടെ ഉണ്ണിയേട്ടൻ, കൂടല്ലൂരിലെ ഉണ്ണിയേട്ടനാണ്, പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ഒരു കതർക്കൂട നൽകി മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചൂട്ടുണ്ടാക്കിയതാണ് എന്നുള്ള സ്വതസിദ്ധമായ ശൈലിയിൽ പറയുന്ന ഒരു ഉണ്ണിയേട്ടനെ നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ധാരാളം പ്രമുഖരും പ്രമുഖരല്ലാത്തവരും, എല്ലാവരും പ്രമുഖർ തന്നെയാണ് മനുഷ്യരെല്ലാവരും അവരുടെ ജീവിതത്തിൽ. എങ്കിൽ പോലും ചില കാരണങ്ങളാൽ ചിലർ പ്രമുഖരാവുകയും ചിലർ സാധാരണക്കാരായി മാറുകയും ചെയ്യും. എല്ലാവർക്കും ഒരുപോലെ എല്ലാ മനുഷ്യരും വന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. നമ്മുടെ നവകേരള സദസ്സിൽ ഇതുപോലെ തന്നെ പങ്കെടുത്ത ഒരുപാട് പ്രമുഖർ ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഈ നേരത്തെ പറഞ്ഞ ജനാധിപത്യ അനുഭവത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതൊരു ലോകമാതൃകയാണ് എന്ന് തന്നെയാണ്. ഇവിടെ ആത്മാർത്ഥമായി ജനങ്ങളുമായി മന്ത്രിമാർ സംവദിക്കുകയാണ്. ഇത് നവകേരളത്തിൻ്റെ ഒരു പുതിയ ജനാധിപത്യ പാഠമാണ് എന്നാണ് മട്ടന്നൂർ ശങ്കർകുട്ടി പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ആദ്യ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കോട്ടിങ്സ് ഉണ്ടല്ലോ, നിർവചനങ്ങളുണ്ടല്ലോ, അതിലൊരു പുതിയ നിർവചനമാണ് മട്ടന്നൂർ യഥാർത്ഥത്തിൽ നൽകുന്നത്. എന്താണ്? ജനങ്ങളുമായി ആത്മാർത്ഥമായി ഇടപെടാൻ കഴിയുന്ന രൂപത്തിൽ, സംവദിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ മന്ത്രിമാർ ഇറങ്ങി വരുന്നു എന്നത് നവകേരളം ജനാധിപത്യത്തിന് നൽകുന്ന ഒരു പുതിയ നിർവചനമാണ് എന്നാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി നമ്മുടെ നാടിനെ നോക്കി പറഞ്ഞത്. ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വളരെ നേരിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഭരണകൂടമായി നമ്മുടെ നാട്ടിലെ ഈ ഭരണകൂടം മാറുന്നു. അതിൻ്റെ ഭാഗമായാണ് നാം ഈ നാട്ടിൽ ജീവിക്കുന്നത്. ഈ കാലത്താണ് നാം ഇവിടെ ജീവിക്കുന്നത് എന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലമായി ഈ കാലത്തെ അടയാളപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. പാലക്കാട്ടെ വികസന പദ്ധതികളെ സംബന്ധിച്ച്, പാലക്കാട്ടെ VT സ്മാരകത്തെ സംബന്ധിച്ച്, ഇൻഡോർ സ്റ്റേഡിയത്തെ സംബന്ധിച്ച്, മലമ്പുഴയിൽ ഇതുപോലെ നടക്കുന്ന പുതിയ പദ്ധതികളെ സംബന്ധിച്ച്, കോട്ട മൈതാനത്തെ വാടിക ടൂറിസത്തിൻ്റെ പുനരുദ്ധാരണത്തെ സംബന്ധിച്ച്, ഇങ്ങനെ നിരവധിയായ പുതിയ ചർച്ചകൾ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഒക്കെ നടന്നു. അതിൽ കൂട്ടത്തിൽ ഇവിടെ എൻ്റെ സുഹൃത്തു കൂടിയായ വക്കീൽ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹമാണല്ലോ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ. ഛായാനാഥേട്ടൻ കൂടി ഇവിടെ ഉണ്ട്. അദ്ദേഹം ഉള്ളതുകൊണ്ട് അത് പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. ഒന്ന്, പാലക്കാട് കോടതി സമുച്ചയത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വളരെ മുതിർന്ന പാലക്കാട് ജില്ലയിലെ അഭിഭാഷകനായ PB മോഹനനാണ് ഒരു മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ആവശ്യം ഉന്നയിച്ചത്. അത് വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്യും. പക്ഷേ തടസ്സം കേന്ദ്ര ആർക്കിയോളജി വകുപ്പാണ് എന്നുള്ള കാര്യം അവിടെ സൂചിപ്പിക്കേണ്ടായി. ഇത്തരത്തിൽ പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര വികസനത്തിൻ്റെ ഭാഗമായി നിരവധിയായ മനുഷ്യർ, ചിറ്റൂരിലെ പാട്ടുഗ്രാമത്തിലെ തത്ത അടക്കമുള്ള നിരവധിയായ മനുഷ്യ ഈ സമൂഹത്തിൻ്റെ ആകെ പരിച്ഛേദം അവിടെ എത്തുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും ഇവിടെ കണ്ടത്. ഈ ഗവൺമെൻറ് ഇങ്ങനെ ജനപിന്തുണയോടുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഗവൺമെൻറ് ഇതുവരെ പറഞ്ഞ അല്ലെങ്കിൽ സൂചിപ്പിച്ച കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയാവുന്ന ഒരു ഗവൺമെൻറ്റാണ്. പക്ഷേ ഈ ഗവൺമെൻറ്റിനെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമമാണ്, ഈ ജനകീയ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ രൂപത്തിൽ ഈ നാടിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി ഇതിൻ്റെ എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള, നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ഈ കേരളത്തോട് ഒരു ചിറ്റമ്മ നയം എന്ന നിലയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, GST വിഹിതം എല്ലാ സംസ്ഥാനത്തിനും ഒരുപോലെയല്ല കിട്ടുന്നത് നമുക്കറിയാം. നിരവധിയായ വ്യത്യാസങ്ങളിലൂടെയാണ് ഓരോ സംസ്ഥാനത്തിനും GST വിഹിതം നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിന് കിട്ടേണ്ട അർഹമായ വിഹിതം കിട്ടുന്നില്ല എന്നതാണ് ഇവിടെ നാം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം. 1.19% കേരളത്തിന് കിട്ടുന്ന നികുതി വിഹിതം. UP കിട്ടുന്നത് 17.9%. ജനസംഖ്യ അവിടെയും ഇവിടെയും കൂടുതലല്ലേ എന്ന് ചിലപ്പോൾ ചില ന്യായങ്ങൾ പലരും ഉയർത്തി കാണാറുണ്ട്. കേരളത്തിനും അസാമിനും ഏകദേശം കേരളത്തിനേക്കാൾ ജനസംഖ്യ കുറഞ്ഞൊരു പ്രദേശമാണ്.
അവിടുത്തെ നികുതി വിധം സംബന്ധിച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചാലും കേരളത്തെ കൃത്യമായി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നതിലേക്കുള്ള കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ കൊടിയ ദ്രോഹമാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ് തലകുത്തി വീഴുമെന്നാണ് അവർ കരുതുന്നത്. പക്ഷേ LDF ഗവൺമെൻറ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ് അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാതെ, പുതിയ നൂതനമായ വികസന കാഴ്ചപ്പാടിൽ നിന്ന് ഒരടി പുറകോട്ട് പോകാതെ കുതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകുന്ന ചില സംരംഭങ്ങളിൽ വായ്പ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. എല്ലാ ഗവൺമെൻറ്റും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആ വായ്പാ പരിധി വെട്ടിക്കുറച്ച്, അതുപോലെ തന്നെ സാമൂഹ്യ പെൻഷന്, തൊഴിലുറപ്പ്, ലൈഫ്, ഇത്തരത്തിലുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിട്ടേണ്ട വിഹിതം തരാതെ ഈ ഗവൺമെൻറ്റിനെ നമുക്ക് ഈ ഗവൺമെൻറ്റിനെ ആകെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഈ രാജ്യത്ത് സംഘടിതമായി ബോധപൂർവം നമുക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഈ സാഹചര്യത്തിലുണ്ട് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. യുടെ ഭാഗമായി 12,000 കോടി, റവന്യൂ കമ്മിയുടെ ഭാഗമായി 8,400 കോടി, വായ്പ വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി 19,000 കോടി, നികുതി വിധം കുറഞ്ഞതിൻ്റെ ഭാഗമായി 18,000 കോടി, ഇങ്ങനെ 57,400 കോടിയുടെ കുടിശ്ശികയാണ് കേന്ദ്ര ഗവൺമെൻറ് നമുക്കുള്ളത്. കുടിശ്ശിക UGC പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 750 കോടി, നെല്ല് സംഭരണം റേഷനുമായി ബന്ധപ്പെട്ട് 742 കോടി, ആരോഗ്യ ഗ്രാൻഡ് 125 കോടി, ഇങ്ങനെ 4,224 കോടിയുടെ കുടിശ്ശികയും ആകെ 61,624 കോടി രൂപയുടെ വലിയ കുടിശ്ശികയാണ്, അർഹതപ്പെട്ട കാശാണ് കേന്ദ്രം നമുക്ക് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വലിയ ക്രൈസിസിൻ്റെ നടുവിൽ, പ്രതിസന്ധിക്ക് നടുവിലാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ആ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കയ്യും കാലും കെട്ടിയിട്ട് നിർജ്ജീവമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ബോധപൂർവമായ സംഘടിതമായ ശ്രമം സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ, BJP സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും ഇതോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പ്രതിസന്ധിക്കിടയിലും ഒരടി പുറകോട്ട് പോകില്ല. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കാതിരിക്കുകയില്ല. പുതിയ നൂതനമായ പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കും. ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലും, ജനങ്ങളെ കേൾക്കും, ജനങ്ങൾ പറയുന്നത് ഈ നാട്ടിൽ നടപ്പിലാക്കും എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ നയിക്കുന്ന നവകേരള നായകൻ സഖാവ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മറ്റെല്ലാ മന്ത്രിമാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ജനങ്ങളെ കേൾക്കാൻ വരുമ്പോൾ ഒരു മടിയുമില്ലാതെ, മറ്റൊരു വ്യത്യാസങ്ങളുമില്ലാതെ മനുഷ്യരെല്ലാവരും, മലയാളികളെല്ലാവരും ഈ ഗവൺമെൻറ്റിനെ വളരെ ആവേശപൂർവ്വം മാറോട് ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഈ ലോകത്തിലെ, ഈ ഇന്ത്യ രാജ്യത്തിലെ ഏക ഭൂപ്രദേശമായി ഈ ഭൂപ്രദേശം മാറുകയാണ് എന്നതാണ് അതിനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും ഈ രാജ്യത്ത് പിടിമുറുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത് ഏതാണ്ട് ഫലം കണ്ടു എന്നാണ് നാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി, റിസൾട്ടിൻ്റെ ഭാഗമായി മനസ്സിലാക്കുന്നത്. അതിന് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടാകേണ്ട, അല്ലെങ്കിൽ പ്രതിരോധിക്കണമെന്ന് നാനും നിങ്ങളും ആഗ്രഹിക്കുന്ന കോൺഗ്രസ് അതിന് കൂട്ടാക്കാതെ ചില കുബുദ്ധിയുടെയും അല്ലെങ്കിൽ ചില പടലപ്പിണക്കങ്ങളുടെയൊക്കെ ഭാഗമായി BJPക്ക് വരാനാവശ്യമായ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച നാം കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി നിലനിൽക്കുന്ന ഈ പ്രദേശം തന്നെയാണ് ഇന്ത്യക്ക് മാതൃകയായി ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ഏക പ്രദേശം, സംസ്ഥാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ നവകേരള യാത്ര ഡിസംബർ മാസം അവസാനത്തോടു കൂടി തിരുവനന്തപുരത്തെത്തുകയും അതിൻ്റെ ഭാഗമായി ലഭിച്ച പരാതികൾക്കെല്ലാം തീർപ്പാക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കേട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരിൽ നിന്ന് പുതിയ മാതൃകകൾ സ്വീകരിച്ച് ഈ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഈ സർക്കാരിൻ്റെ ഇടപെടലുകളെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. നമ്മൾ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള നേരത്തെ സൂചിപ്പിച്ച മതേതര വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ ആ തരത്തിലാണ് നോക്കിക്കാണുന്നത്. ആ പ്രവർത്തനത്തെ മറ്റെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മാതൃകയായി സ്വീകരിക്കും എന്ന് തന്നെയാണ് നാം കരുതുന്നത്. അങ്ങനെ നമുക്കറിയാവുന്ന രൂപത്തിലുള്ള ലോകത്തിന് സ്വീകരിക്കാവുന്ന ധാരാളം മാതൃകകൾ മുന്നോട്ട് വെച്ച കേരളത്തിൻ്റെ ഒരു ലോക മാതൃകയായി മറ്റു സംസ്ഥാനങ്ങൾക്കും മറ്റു രാജ്യങ്ങൾക്കും പകർത്താൻ കഴിയുന്ന ഒരു മാതൃകയായി, ഒരു ബദൽ സന്ദേശമായി ഈ നവകേരള സദസ്സ് നാളെ മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞ, ഈ ചരിത്ര സന്ദർഭത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞ, ഈ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞ മനുഷ്യർ എന്ന നിലയ്ക്ക് നമ്മളെയും ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി അടയാളപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ
ചരിത്രപരമായ പ്രവർത്തനത്തെ ഈ രൂപത്തിൽ ചർച്ച ചെയ്താൽ, അതുപോലെ തന്നെ അതിൻ്റെ നേട്ടങ്ങളെ, അതിൻ്റെ എല്ലാ സാധ്യതകളെയും എങ്ങനെയാണ് കൂടുതൽ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള കൂട്ടായ ആലോചനയുടെ ഭാഗമായുള്ള ഇത്തരത്തിലുള്ള നവമാധ്യമ പ്രവർത്തനങ്ങളെ എല്ലാം ഇതിൻ്റെ ഭാഗമായി, ചരിത്രത്തിൻ്റെ ഭാഗമായി അടയാളപ്പെടുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഇത്തരമൊരു അവസരത്തിൽ നിങ്ങളുമായി കുറച്ചു നേരം സംസാരിക്കാനും വർത്തമാനം പറയാനും കഴിഞ്ഞതിലുള്ള സന്തോഷം, ആവേശം, അഭിമാനം പങ്കുവച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.